എങ്ങനെയാണ് ഈ സിനിമകൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഫടികം, ഗില്ലി, അല്ലെങ്കിൽ മങ്കാത്ത, ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ റീലായിരുന്നു. ദേവദൂതൻ, അതേപോലെ ഹിന്ദിയിലെ തുമ്പട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ടായിരുന്നു. സൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പടം. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അമൽ നീരദിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്ന ബിഗ് ബി, ആർക്കൈവിംഗ് ഒക്കെ നടന്ന സിനിമകളിലെ നമുക്ക് അങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. സൗണ്ടും ഇപ്പോൾ ഒരുവിധം തിയേറ്ററുകളിലൊക്കെ നമുക്ക് ഡോൾബി അല്ലെങ്കിൽ അറ്റ്മോസ് സൗണ്ട് അല്ലെങ്കിൽ സറൗണ്ട് സൗണ്ട് റിലീസായ കാലത്ത് തകർന്നടിഞ്ഞ പല സിനിമകളും ഇന്ന് കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾ എന്ന് പറഞ്ഞ് വീണ്ടും റിലീസ് ചെയ്യുകയും വീണ്ടും ആൾക്കാർ അതിനൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഈ അടുത്ത കാലത്തായിട്ട് സിനിമാ ലോകത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സിനിമകൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് വളരെ ഫിനാൻഷ്യലി ഫ്ലോപ്പായി പോയ സിനിമകൾ എങ്ങനെയാണ് ഇന്ന് ഒരുപാട് കോടികൾ ബോക്സ് ഓഫീസിൽ നിന്ന് വാരുന്നതും അതേപോലെ അത് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതും എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ എല്ലാവർക്കും മോട്ടോ വേൾഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മഴക്കാറൊക്കെ ഉണ്ട്, ദുർഗാപൂജയുടെ സമയം ആവാറായി. സോ ഒരു മഴയുടെ ഒരു കോളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ റിലീസ് ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ഒരുപാട് സിനിമകൾ ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2 വർഷങ്ങളിലായിട്ട് നമ്മൾ കണ്ടു. ഫോർ എക്സാമ്പിൾ സ്ഫടികം, ഗില്ലി, അല്ലെങ്കിൽ മങ്കാത്ത, ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ റിലീസായി നമ്മൾ കണ്ടു. പക്ഷേ ഇങ്ങനത്തെ സിനിമകളെ പറ്റി അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റിലീസ് ചെയ്യുന്നത് അന്നൊരുപാട് പൈസ ഉണ്ടാക്കി എൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയുടെ അല്ലെങ്കിൽ ആ പടം അത്ര ഹിറ്റായൊരു പടം ആയതുകൊണ്ട് അത് വീണ്ടും ഇറക്കിയാലും ആൾക്കാർ കാണും. അങ്ങനെ ഒരുപാട് പൈസ വീണ്ടും അവർ ജനറേറ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെ അല്ലാതെ നമുക്ക് പണ്ട് പരാജയപ്പെട്ട സിനിമകൾ, അതായത് പണ്ട് അധികം ഫിനാൻഷ്യലി ഒന്നും വിജയിക്കാതെ പോയ പല സിനിമകളും ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്യും. അതിനൊക്കെ വേണ്ട ഒരു അർഹതപ്പെട്ട വിജയം അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആ സിനിമയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് കണ്ട എക്സാമ്പിളായിരുന്നു ദേവദൂതൻ. അതേപോലെ ഹിന്ദിയിലെ തുമ്പട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ടായിരുന്നു. തുമ്പട് ഇറങ്ങിയ സമയത്ത് വളരെ അധികം ആൾക്കാരൊന്നും കാണാതെ പോയൊരു സിനിമയായിരുന്നു. പക്ഷേ അത് ഒരുപാട് ക്രിട്ടിക്കൽ അക്ലൈം കിട്ടുകയും പിൽക്കാലത്ത് അതൊരു കൾട്ട് ക്ലാസിക് എന്ന് പറയപ്പെടുകയും ചെയ്തൊരു പടമാണ്. അത് ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ വീണ്ടും ഒരുപാട് ആൾക്കാർ ആ സിനിമ കണ്ടു. ഇതേപോലെ ഇംതിയാസ് അലിയുടെ റോക്ക് സ്റ്റാർ ഇതേപോലെ ഈ വർഷം റിലീസ് ചെയ്തിരുന്നു. അത് ഇറങ്ങിയ സമയത്ത് ഫിനാൻഷ്യലി ഫ്ലോപ്പായൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇത്തരം സിനിമകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളിന്ന് എടുത്തു പറയാൻ പോകുന്ന എക്സാമ്പിൾ ദേവദൂതനാണ്. നമുക്കറിയാം സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ദേവദൂതൻ. അപ്പോൾ ഇത് ഒരുവിധം റിലീസായപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ അത് പോയി കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനും തിയേറ്ററിൽ പോയി കണ്ടിരുന്നു, വളരെ അധികം ഇഷ്ടപ്പെട്ടു. സോ ആ സിനിമ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് വർക്കായി എന്നുള്ളതും അന്ന് എടുത്തപ്പോൾ അതെന്തുകൊണ്ട് വർക്കായില്ല എന്നുള്ളതും ഒരു ചോദ്യമാണ്. സോ ഫസ്റ്റ് തിങ് ഇസ് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞേ മതിയാവും. അതൊന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരുപാട് സൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പടമാണ്. ആൻഡ് അന്നത്തെ കാലത്ത് ഈ സൗണ്ട് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു സാങ്കേതിക വിദ്യ അന്നത്തെ തിയേറ്ററുകൾക്ക് തന്നെ കുറവായിരുന്നു. സോ ആ ഒരു കാരണം കൊണ്ട് അതിനൊരു എന്താ പറയുക, ഒരു പോയിൻ്റ് ഡ്രോപ്പായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതൊരു എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് സിനിമയാണല്ലോ. ഒരു വ്യത്യസ്തമായൊരു ജോണറാണ്, വ്യത്യസ്തമായൊരു നറേറ്റീവാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് അന്നത്തെ ഓഡിയൻസ് അതിന് റെഡി ആയിരുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്താണ് ഈ ഓഡിയൻസ് റെഡി ആവാത്തത്, എന്താണ് ഓഡിയൻസ് റെഡി ആയില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലയാള സിനിമയുടെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഭയങ്കര വലിയ ഒരു റിച്ച് സിനിമ കൾച്ചറിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, കുറച്ച് മുന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമുക്കറിയാം അന്ന് വന്നിരുന്ന സിനിമകളൊക്കെ ആൾക്കാർ കാണുന്നത് ചില തറയിലൊക്കെ ഇരുന്ന് സിനിമ കണ്ടിരുന്ന ആൾക്കാരുണ്ട്. അന്ന് വളരെ ചെറിയ കാശ് കൊടുത്തുള്ള ടിക്കറ്റിൽ തറയിലിരുന്ന് സിനിമ കണ്ടിരുന്ന ആൾക്കാരുണ്ട്. ആ തരത്തിലുള്ളൊരു കൾച്ചർ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ നമുക്ക് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ DVD ആണെങ്കിലും TV ആണെങ്കിലും ഒക്കെ നമ്മുടെ നാടുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ കോമൺ ആയി വരുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് വരെ ഒരുവിധം ഇറങ്ങിയ സിനിമകളൊക്കെ ഒരു ഫിനാൻഷ്യലായിട്ട് വയബിളായിരുന്നു. എല്ലാ സിനിമകളും വിജയിച്ചു പോയിരുന്നു. കാരണം ആൾക്കാർക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഒരുവിധം വരുന്ന ഈവൻ ചില സിനിമകളൊക്കെ വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിനിമകളുണ്ടാവും, ചിലപ്പോൾ വളരെ നല്ല സിനിമകളുണ്ടാവും. പക്ഷേ ഇതൊക്കെ വിജയിച്ചു പോകുമായിരുന്നു. ബട്ട് പിന്നെ പതുക്കെ കാലം മാറി തുടങ്ങി. അതായത് ആൾക്കാർക്ക് പുതിയ എൻ്റർടൈൻമെൻറ്റ് സോഴ്സുകൾ വന്നു തുടങ്ങി. ആൾക്കാർ പുതിയ രീതികളിൽ ചിന്തിക്കാൻ തുടങ്ങി. ആൻഡ് ഈ ചിന്തകൾ വന്നപ്പോൾ
ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ഒരുമിച്ച് വളരാൻ കുറച്ച് സമയമെടുക്കും. ഈ സമയമെടുപ്പായിരുന്നു എനിക്ക് തോന്നുന്നു ദേവദൂതനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ പിന്നെ മറ്റൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അമൽ നീരദിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്ന ബിഗ് ബി ഇതേപോലെ നമ്മൾ ഇപ്പോഴൊക്കെ ഭയങ്കര സിനിമയായി പറയുന്നൊരു സാധനമാണെങ്കിലും അത് ഇറങ്ങിയ കാലത്ത് അത് ഫിനാൻഷ്യലി വയബിൾ അല്ലായിരുന്നു ആ പടം ഒട്ടും. അത് അത്ര വിജയിക്കാതെ പോയൊരു സിനിമയായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇപ്പം അതൊരു കൾട്ട് സിനിമയായിട്ട് നമ്മളതിനെ കണക്കാക്കി തുടങ്ങി. അപ്പോൾ ദേവദൂതൻ പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റ് പല സിനിമകളെയും പോലെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ആൻ ഓഡിയൻസ് നമുക്ക് ഒരുപാട് വളർച്ച വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം മലയാളികൾ ലോകത്തുള്ള എല്ലാവരും പല ഭാഷയിലെ സിനിമകൾ കാണാൻ തുടങ്ങി. നമ്മൾ അന്ന് വരെ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ കൂടിപ്പോയ തമിഴിലേക്കോ മാക്സിമം ഹിന്ദി വരെയൊക്കെ നമ്മൾ സിനിമകൾ കണ്ടിരുന്നു. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അച്ഛൻ്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഒരുവിധം ഒരു ഹിന്ദി വരെയൊക്കെ കാണും. ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർ തന്നെ വളരെ കുറവായിരിക്കും. അങ്ങനെ കാണുന്നവർ തന്നെ ഈ പറഞ്ഞ പോലെ DVD ഒക്കെ വീട്ടിലുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഈ തിയേറ്ററിൽ പോയിട്ട് ഇംഗ്ലീഷ് പടമൊക്കെ കാണുന്ന ആൾക്കാർ വളരെ വളരെ റെയറായിരുന്നു. ഇപ്പം നമുക്കറിയാം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കൊറിയൻ സിനിമകൾ കാണുന്നുണ്ട്, ജാപ്പനീസ് പടങ്ങൾ കാണുന്നുണ്ട്, ഫ്രഞ്ച് സിനിമകൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് നമ്മുടെ ഫോണിലിരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു മെൻ്റൽ കേപ്പബിലിറ്റീനെ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്ന രീതി അത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആലോചിച്ചറിയാം, പണ്ടത്തെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്തുള്ള ഒരു തിരക്കും ഇപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഉള്ള ഒരു തിരക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ അതിനുള്ള ഓഡിയൻസ് ഒരുപാട് വലുതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ടൈപ്പ് സിനിമകളിലോട് നമ്മൾ എക്സ്പോസ് ആവുമ്പോൾ നമുക്ക് വീണ്ടും എന്താ പറയുക, പണ്ട് ഇതേപോലെ നമ്മൾ പരാജയപ്പെട്ട പല സിനിമകളുടെയും ഒരു ശരിയായൊരു നറേറ്റീവ് അല്ലെങ്കിൽ അതെവിടെയാണ് എഫക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ആ സിനിമ നമ്മൾ എങ്ങനെ കാണേണ്ടിയിരുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. സോ അങ്ങനെ പല പടങ്ങളുമാണ് ഈ റിലീസ് ചെയ്ത് വരുന്നത്. ആൻഡ് അത് മാത്രമല്ല അതിനകത്ത് വരുന്ന ഫാക്ടർ, അതിനകത്തൊരു ടെക്നിക്കൽ എലമെൻറ്റും കൂടിയുണ്ട്. ടെക്നിക്കൽ എലമെൻറ്റ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഈ പടങ്ങളൊക്കെ അനലോഗായിട്ട് ഇറക്കിയ പടങ്ങളാണ്, അതായത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ഈ സിനിമകൾ നമുക്കൊരു 4K ഇതിലേക്ക് ഡിജിറ്റലായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാ സിനിമകളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പല സിനിമകളുടെയൊന്നും പ്രിൻറ്റുകളൊന്നും ഇല്ല, പലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, ചില പ്രിൻറ്റുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാതും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില സിനിമകൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ട് ആർക്കൈവിംഗ് ഒക്കെ നടന്ന സിനിമകളുടെ നമുക്കങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സൗണ്ടും, ഇപ്പോൾ ഒരുവിധം തിയേറ്ററുകളിലൊക്കെ നമുക്ക് ഡോൾബി അല്ലെങ്കിൽ അറ്റ്മോസ് സൗണ്ട് അല്ലെങ്കിൽ സറൗണ്ട് സൗണ്ടുള്ള സെറ്റപ്പാണ് ഉള്ളത്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് 7.1 ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുവിധം തിയേറ്ററുകളിലും. അതേപോലെ 4K റെസൊല്യൂഷനിലാണ് നമ്മൾ സിനിമ കാണുന്നത്. സോ ഇത് നമ്മുടെ ഒരു ഫിലിം വ്യൂവിങ് എക്സ്പീരിയൻസിനെ തന്നെ വളരെയധികം എലവേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. സോ ഈ സംഗതി, അതായത് ഇപ്പോൾ ദേവദൂതൻ്റെ വിഷ്വലുകൾ അല്ലെങ്കിൽ ദേവദൂതൻ്റെ സൗണ്ട്, ദേവദൂതൻ്റെ മ്യൂസിക്കൊക്കെ ഇപ്പോഴത്തെ ഒരു തിയേറ്ററിൽ ഇപ്പോഴത്തെ ഒരു സറൗണ്ട് സൗണ്ടിലൊക്കെ ഇരുന്ന് നമ്മൾ ഈ സാധനം കാണുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ പടം ഇറങ്ങിയ സമയത്ത് ആൾക്കാർ കണ്ട സെയിം എക്സ്പീരിയൻസ് അല്ല ഒരിക്കലും. നമുക്കതിനേക്കാളൊരു 10 മടങ്ങ് ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ സറൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് കൂടെ ഒരു അമ്പ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കാൻ പറ്റും. പക്ഷേ പണ്ട് അങ്ങനെയല്ല. പണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് മാത്രമാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസേ പുതിയ ഒരു സാധനമായിട്ട് അവർക്കത് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് റീമാസ്റ്റർ ചെയ്യാമെന്നാണ് പറയുക. അങ്ങനെ റീമാസ്റ്റർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് ഈ സിനിമകളുടെയൊക്കെ ഒരു റിലീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. സോ ഇത്തരത്തിലുള്ള പല സിനിമകളും, അതായത് ഇനിയും ഒരുപാട് സിനിമകൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് വന്നു, ഇതേപോലെ വേറെ ഒരുപാട് സിനിമകൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്ര മെയിൻ സ്ട്രീം അല്ലാതെ നമ്മളൊന്നും ചിലപ്പോൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാതെ പോയ വേറെ ഒരുപാട് സിനിമകൾ ഉണ്ടാവും ഇത്തരത്തിൽ. ഇന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈപ്പ് ഗെയിൻ ചെയ്യാൻ സാധ്യതയുള്ള, കുറച്ചും കൂടെ ഫിനാൻഷ്യലി ഉപകാരം ഉണ്ടാവാൻ സാധ്യതയുള്ള കുറേ സിനിമകളുണ്ടാവും. സോ ഇങ്ങനെ കുറേ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലാവുന്നത്. സോ എനിക്ക് പേഴ്സണലി എനിക്കിനി തിയേറ്ററിൽ ഇതേപോലെ പഴയ സിനിമകൾ വീണ്ടും വന്ന് കാണാൻ താല്പര്യമുള്ള കുറേ പടങ്ങളുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ അതിനകത്ത് പഴയ കുറേ മലയാളത്തിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെ സംവിധായകർ, അതായത് ഷാജി എൻ കരുൺ, KG ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, അതേപോലെ പത്മരാജൻ, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പല സിനിമകളുണ്ട്. ഇപ്പോൾ KG ജോർജിൻ്റെ യവനിക എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഭരത് ഗോപിയും
മമ്മൂട്ടിയും ജഗതിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വേണുനാഗവള്ളിയൊക്കെ ഒരു പടം. അപ്പോൾ അതൊരു ത്രില്ലർ ജോണറിൽപ്പെട്ടൊരു പടമാണ്. അതൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് ആ സിനിമയ്ക്ക്. പിന്നെ അതേപോലെ നമുക്കറിയാം ജയറാമേട്ടൻ അഭിനയിച്ച പത്മരാജൻ്റെ മൂന്നാം പക്കം എന്നുള്ള സിനിമ. മൂന്നാം പക്കമൊക്കെ ഇപ്പോൾ എങ്ങനെ അതൊരു 4K വിഷ്വലും ഒരു അറ്റ്മോസ്ഫിയർ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ സിനിമ എങ്ങനെ എക്സ്പീരിയൻസ് ആവും എന്നുള്ളതൊക്കെ അറിയാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പ്രിൻ്റുകൾ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നടക്കാവുന്ന കാര്യങ്ങളാണ്. നടക്കട്ടെ എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പം നിങ്ങൾക്കിതേപോലെ കാണാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇനി ഇപ്പോൾ അടുത്തിറങ്ങി പരാജയപ്പെട്ട എന്നാൽ പിൽക്കാലത്ത് ഇതൊക്കെ ഭയങ്കര സംഭവമാവുമെന്ന് തോന്നുന്ന കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ്